ശ്രീമതി ഉമ്മ തോമസ് MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അവരുടെ അന്തരിച്ച ഭർത്താവ് PT തോമസ് ഈ കേസിൽ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് അറിയുക കൂടി ചെയ്യാം. ശ്രീമതി ഉമ്മ തോമസ്, ഈ ജാമ്യ വാർത്ത എങ്ങനെയാണ് കേൾക്കുന്നത്? വളരെ വിഷമത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഈ കേസ് പുറത്തു വന്നത് തന്നെ PT തോമസ് അന്ന് രാത്രി ആ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാവിലെ വെളുത്തപ്പോൾ നാട്ടുകാര് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അന്ന് രാത്രി തന്നെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു ആ കേസ്. ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തൊരു പിതാവിന്റെ വാത്സല്യത്തോടു കൂടി തന്നെ ആ കുട്ടിക്ക് ധൈര്യം കൊടുത്ത് IGയെ വിവരം അറിയിക്കുകയും അതുപോലെ നാട്ടില് ഈ കാര്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് PT തോമസ് ആണ്. ആ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. 2-3 മാസം മുമ്പ് ആ കുട്ടി ട്വിറ്ററിൽ ഈ ഹാഷ് കോഡിന്റെ വാല്യൂ 3 പ്രാവശ്യം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേദനാജനകമായിട്ട് എനിക്ക് നീതി കിട്ടുമോ എന്നുള്ള സംശയം തോന്നുമാറ് ഒരു പ്രതികരണം നടത്തിയത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അത് ആ കുട്ടിക്ക് ഒരുപക്ഷെ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയായിരിക്കും. പ്രോസിക്യൂഷൻ ഈ കേസിൽ വളരെ ഒരു ഗൗരവമില്ലാത്ത രീതിയിലാണ് ഇതിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോ ഏറ്റവും വലിയ ഭയം ആ കുട്ടിയുടെ ഒരു ജീവനെ കുറിച്ചാണ്. ആ കുട്ടിക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വത്സൽ സുനിയെ പോലെയുള്ള ഒരാള് പ്രതി ഈ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം ഈ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതി തീർച്ചയായിട്ടും ആ കുട്ടീനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഏറ്റവും നല്ല പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും ദുർബലതയാണ്. തീർച്ചയായിട്ടും 7.5 വർഷക്കാലം ഈ കേസ് ഇത്ര ഗൗരവമുള്ള കേസിന് സ്ത്രീകൾക്കൊക്കെ സുരക്ഷയുണ്ടെന്ന് പറയുന്ന ഈ ഗവൺമെന്റ് എത്ര നല്ല രീതിയിലാണ് പലരും ഈ ഹാഷ് കോഡ് മാറിയതിനെ കുറിച്ച് ഒരു പ്രതികരണം പോലും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. യെസ് അതുകൊണ്ട് സർക്കാരിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ്. നന്ദി ശ്രീമതി ഉമ്മ തോമസ്.